കുറെ നഴ്സസിന്റെ അടുത്ത് നിന്ന് നേരിട്ടും അല്ലാതെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിലൂടെയൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഒരുപാട് ബാൻഡ് 6 റോളുകൾക്ക് അപ്ലൈ ചെയ്തു, പക്ഷേ ഒരു പോസ്റ്റ് പോലും ഒന്ന് CV ഷോർട്ട് ലിസ്റ്റ് ആവുന്ന പോലും ഇല്ല. അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ NHSൽ ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും, അത് നഴ്സിംഗ് മാത്രമല്ല വേറെ ഏത് ജോബും ആവട്ടെ, അതേപോലെ ഏത് ബാൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ CVയിൽ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ഏതൊരു ജോബിനും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവുള്ളൂ. പോയിന്റ് നമ്പർ 1, നമ്മൾ ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് ശരിക്കും വായിച്ചു നോക്കുക. അതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത് വളരെ വ്യക്തമായി വായിച്ചതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം ഈ സപ്പോർട്ടീവ് ഇൻഫർമേഷനകത്ത് ഈ ജോബ് ഡിസ്ക്രിപ്ഷനോ ആയിട്ട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഈ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യേണ്ടത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് അവർ നിങ്ങൾ ഈ റോളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഓഡിറ്റ്സിലൊക്കെ പങ്കെടുക്കേണ്ടി വരും എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോബ് സപ്പോർട്ട് ഇൻഫോയിലേക്ക് വരുമ്പോഴേക്ക് നിങ്ങൾ പഴയ ജോബിൽ അല്ലെങ്കിൽ പണ്ടത്തെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഓഡിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ചിലപ്പോൾ സപ്പോർട്ട് ഇൻഫോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് ഷോക്കേസ് ചെയ്യേണ്ട ഒരു റോളാണ് ഇതെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇപ്പോൾ ഷിഫ്റ്റ് ഇൻചാർജ് ആയി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ് നിങ്ങൾ എങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്ത് ഇവിടെ സപ്പോർട്ട് ഇൻഫോയിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കൂടാതെ സപ്പോർട്ട് ഇൻഫർമേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ സ്കിൽസും ക്വാളിറ്റീസും എല്ലാം അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സൂപ്പർവിഷൻ സ്കില്ല്, ആക്റ്റീവ് ലിസണിങ് സ്കില്ല്, ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ സപ്പോർട്ട് ഇൻഫോ ഫിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വളരെ ചാൻസസ് കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ആ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇൻഫർമേഷൻ ഫിൽ ചെയ്യാൻ നോക്കുക. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ റിലവന്റ് ട്രെയിനിങ് ഡയറിയാണ്. നിങ്ങൾ ഈ പോസ്റ്റിന് റിലവന്റ് ആവുന്ന രീതിയിൽ, യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്തൊക്കെ കോഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഫിൽ ചെയ്യാനുള്ള ഒരു പാർട്ടുണ്ട്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രെയിനിങ്സും ഫിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയാം. നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റിലേക്ക് പോകാൻ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ആവരുത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യുന്നതോ. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എപ്പോഴും ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിത്തിൻ 5-7 ഡേയ്സിൽ അവർ ഇന്റർവ്യൂ കോൾ വിളിക്കും. അപ്പം ആ സമയത്ത് നമുക്ക് റിലവന്റ് ആയിട്ടുള്ള കോഴ്സസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് അപ്ലൈ ചെയ്യാനും ഇന്റർവ്യൂ കൊടുക്കാനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.